പ്രിയ സഹോദരീ സഹോദരന്മാരെ, കേരളത്തിൽ ഏറ്റവും വിവാദമായ പാലക്കാട് കേസിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഇൻ ദ കോർട്ട് ഓഫ് സെഷൻസ് പാലക്കാട് ഡിവിഷൻ പ്രസൻറ്റഡ് ശ്രീ മുരളി കൃഷ്ണ എസ്, ഫസ്റ്റ് അഡീഷണൽ സെഷൻ ജഡ്ജ്, സ്പെഷ്യൽ ജഡ്ജ്. അത് പറയുന്നത്, പാലക്കാടത്തെ സെഷൻസ് കോടതിയിൽ മുരളി കൃഷ്ണ എസ് എന്ന് പറയുന്ന ഫസ്റ്റ് അഡീഷണൽ സെഷൻ ജഡ്ജിക്ക് മുമ്പാകെ, സ്പെഷ്യൽ സെഷൻ ജഡ്ജിക്ക് മുമ്പാകെയാണ് ഈ കേസ് വന്നത്. അദ്ദേഹമാണ് അതിൻ്റെ വിധി പറഞ്ഞത് എന്നാണ്. അടുത്തതായി പറയുന്നു, ഫ്രൈഡേ ദി 25th day of October 2019, ഒക്ടോബർ 25 വെള്ളിയാഴ്ച 2019 ഇതിൻ്റെ വിധി പറഞ്ഞത്. അന്ന് മലയാള മാസം 1941 കാർത്തിക 3-ാം ദിവസമായിരുന്നു. കേസ് നമ്പർ, പാലക്കാട് കേസ് എന്ന് പറയുന്ന കേസിൻ്റെ കേസ് നമ്പർ 396/2019 എന്നാണ്. കംപ്ലൈനൻ്റ്, പരാതിക്കാരൻ, ദ സ്റ്റേറ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് നർക്കോട്ടിക് സെൽ പാലക്കാട്. ആ കേസിൻ്റെ പരാതിക്കാരൻ എന്ന് പറയുന്നത് DYSP നർക്കോട്ടിക് സെല്ല്, പാലക്കാടത്തെ നർക്കോട്ടിക് സെല്ല് കൈകാര്യം ചെയ്യുന്ന DYSP ആണ് ആ കേസിലെ പരാതിക്കാരൻ, സ്റ്റേറ്റിന് വേണ്ടി ഹാജരായിട്ടുള്ളതാണ് എന്നും അവിടെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അടുത്ത, നെയിം ഓഫ് അക്യൂസ്ഡ്, ആർക്കെതിരെയാണ് കുറ്റാരോപിതൻ, ആരാണ്? മധു, വലിയ മധു എന്നറിയപ്പെടുന്ന മധു, സൺ ഓഫ് വേലപ്പൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വേലപ്പൻ എന്നാണ്. ഏജ് 28 years, പ്രായം 28 വയസ്സ്. കല്ലൻകടവ്, സ്ഥലപ്പേര് കല്ലൻകടവെന്നാണ്. അറ്റപ്പാലം, ഒറ്റപ്പാലം എന്നാണ് ഉള്ളത്, അത് അറ്റപ്പാലം എന്നാണ് എഴുതിയിരിക്കുന്നത്. പാമ്പാലം PO, പുതുശ്ശേരി ഈസ്റ്റ് വില്ലേജ്, പാലക്കാട്. ഇൻ കസ്റ്റഡി. ആ കസ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ജാമ്യം ലഭിക്കാതെ തന്നെ അദ്ദേഹം അകത്ത് കടന്നുകൊണ്ട് തന്നെ, ജാമ്യമില്ലാതെ അകത്ത് കടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ട്രയലിനെ നേരിട്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചാർജ്, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം എന്തൊക്കെയാണ്? അണ്ടർ സെക്ഷൻ 450 വകുപ്പ് പ്രകാരം, അണ്ടർ സെക്ഷൻ 354 354 വകുപ്പ് പ്രകാരം. ഹലോ, ലിങ്ക് കിട്ടുമല്ലോ, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. രണ്ടാമത്തതിലോ? ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. എനിക്കിവിടെ വന്നില്ലല്ലോ. ആ, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. അണ്ടർ സെക്ഷൻ 450, 354, 376(2)(f) ആൻഡ് I and N 377, 305 of IPC and section 51 and N read with section 6 and 7, read with section 8 of the Protection of Children from Sexual Offence Act 2012. ഇത് വളരെ വ്യക്തമായി പറയുന്നത് ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് ഇതിൻ്റെ ചാർജ് ഉള്ളത് എന്നാണ്. ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് ഈ ചാർജ് എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്.
തുടങ്ങുകയാണ്. കാരണം ആദ്യത്തെ ലിങ്ക് ആർക്കും കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. അതുകൊണ്ട് ഗോപി സാർ വിളിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ലിങ്ക് ഇട്ടതാ. ഒരു ജഡ്ജ്മെന്റ് എങ്ങനെ വായിക്കണമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. പ്രധാനമായും ഇതൊരു അക്കാഡമിക് സ്റ്റഡിയാണ്. ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വേദനിപ്പിക്കുന്നതിനോ വേണ്ടിയല്ല. അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് പഠിക്കുന്നു. കാരണം കേരളത്തിൽ വിവാദമായ ഒരു കേസ്, ഇൻ ദ കോർട്ട് ഓഫ് സെഷൻ പാലക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെഷൻ പാലക്കാട് സെഷൻസ് കോടതി എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യത്തെ വരി. രണ്ടാമത് പറയുന്നു പ്രസന്റ് ശ്രീ മുരളീ കൃഷ്ണ എസ്. ആ മൈക്ക് ഓണാക്കി വെച്ചേക്കുന്ന ആളൊന്ന് ഓഫ് ചെയ്താൽ കൊള്ളാം. മുരളീ കൃഷ്ണ എന്ന് പറയുന്ന ജഡ്ജി പ്രസന്റ് ആണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഈ കേസ് വാദം കേട്ടത്. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഫസ്റ്റ് അഡീഷണൽ സെഷൻ ജഡ്ജ്, സ്പെഷ്യൽ ജഡ്ജാണ്. അദ്ദേഹം ഫസ്റ്റ് അഡീഷണൽ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിലെ ജഡ്ജി കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് ആദ്യത്തെ ചുമതല, ഫസ്റ്റ് അഡീഷണൽ സെഷൻ ജഡ്ജ്. സെഷൻ ജഡ്ജ് എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ അധികാരമുള്ള ജഡ്ജി എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. ഡേറ്റ് ഫ്രൈഡേ ദ 25th day of October 2019. വെള്ളിയാഴ്ച ഒക്ടോബർ 25 2019 എന്നാണ് അർത്ഥം. അതിന് താഴെ കിടക്കുന്നത് 3rd day of കാർത്തിക 1941. മലയാള മാസം കാർത്തിക ദിവസം 3-ാം ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പറയുന്നത് സെഷൻസ് കേസ് നമ്പർ. സെഷൻസ് കേസ് നമ്പർ നോക്കൂ, 369/2017 സെഷൻസ് കേസ് നമ്പർ എന്നാണ് കേസ് നമ്പറിൻ്റെ പേര്. ആർക്കും ഈ കേസ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഈ കേസ് നമ്പർ ടൈപ്പ് ചെയ്താൽ ഈ കേസ് കിട്ടും. കംപ്ലൈനൻ്റ് ഇനി മുതൽ വ്യക്തമായി മനസ്സിലാക്കും. ദ സ്റ്റേറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് നർക്കോട്ടിക് ഡിവിഷൻ. നർക്കോട്ടിക് ഡിവിഷനിലെ DYSP ആണ് കേസ് അന്വേഷിച്ചത്. അട്രോസിറ്റീസ് ആക്ട് കൈകാര്യം ചെയ്യുന്ന DYSP അല്ല, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന DYSP അല്ല. നർക്കോട്ടിക് ഡിവിഷൻ കൈകാര്യം ചെയ്യുന്ന DYSP ആണ് കേസ് അന്വേഷിച്ചത്. ഓക്കെ. മൈക്ക് ഓഫ് ചെയ്ത് വെച്ച് സഹകരിക്കണം. നെയിം ഓഫ് ദി അക്യൂസ്ഡ്. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കുറ്റാരോപിതൻ. കുറ്റാരോപിതൻ്റെ പേര് മധു @ വലിയ മധു. വലിയ മധു എന്ന് വിളിക്കുന്ന മധു, സൺ ഓഫ് വേലപ്പൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഏജ് 28. കല്ലാൻ കടവ്, ഒറ്റപ്പാലം, പാമ്പം പാലം, PO പുതുശ്ശേരി ഈസ്റ്റ്, വില്ലേജ് പാലക്കാട്. കസ്റ്റഡി. ആ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ട്. അദ്ദേഹം ജാമ്യം എടുത്തിട്ടില്ല, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല. അദ്ദേഹം അകത്ത് കിടന്നുകൊണ്ട് കേസ് ട്രയലിൽ പങ്കെടുക്കുകയായിരുന്നു. അതാണ് കസ്റ്റഡി. ചാർജ്. ഇനിയാണ് കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അണ്ടർ സെക്ഷൻ 450. സഹോദര ആ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. ശിവദാസേട്ടാ. ഓക്കെ. അണ്ടർ സെക്ഷൻ 450, 354, 376(2)(f and 376(2)(i and n, 377, 305 of IPC. ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് 450, 354, 376(2), ആ 2-ലെ FIEN, 377, 305 IPC. മാത്രമല്ല 3 സബ് ക്ലോസ് 1N റീഡ് വിത്ത് സെക്ഷൻ 6 and 7
റീഡ് വിത്ത് സെക്ഷൻ 8 ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. IPCയിലെയും പോക്സോ നിയമവും മാത്രമേ അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിട്ടുള്ളൂ. അട്രോസിറ്റീസ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ഒരു പക്ഷേ പട്ടികജാതിക്കാരനോ പട്ടികവർഗ്ഗക്കാരനോ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അട്രോസിറ്റീസ് ആക്ട് ചാർജ് ചെയ്യാഞ്ഞത്. ഈ വകുപ്പുകളൊക്കെ എന്താണെന്നൊന്ന് പറഞ്ഞു തരാം, അതിനുശേഷം നമുക്ക് മറ്റ് ചർച്ചയിലേക്ക്. അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് IPCയിലെ വകുപ്പ് 450. അതെന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. 450 എന്ന് പറഞ്ഞാൽ ഹൗസ് ട്രസ്പാസ്, വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കൊലപാതക കേസിൽ ചാർത്തിയേക്കുന്ന വകുപ്പാണ്. ഹൗസ് ട്രസ്പാസ് ഇൻ ഓർഡർ ടു ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ഇംപ്രിസൺമെൻറ്റ് ലൈഫ് ചെയ്യുന്നതിനും എന്ന അങ്ങനെ ഒരു ശിക്ഷ കിട്ടുന്ന കുറ്റം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വീട്ടിൽ അതിക്രമിച്ച് കയറി. അതിന് ശിക്ഷ 10 വർഷമാണ്. അത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. കോർട്ട് ഓഫ് സെഷൻസ് ആണ് ട്രയൽ ചെയ്യേണ്ടത്. അതാണ് ആ 450 എന്ന് പറഞ്ഞ വകുപ്പ് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കണം 354. ഇപ്പോൾ കേസ് എങ്ങനെയാണ് ചാർജ് ചെയ്തത്, നമ്മൾ സംഘടനാ പ്രവർത്തകർ എങ്ങനെ ഇടപെട്ടാൽ ശരിയായ രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ അവിടുന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 354 ഒരു കൊലപാതക കേസിൻ്റെ ചാർജാണ് നോക്കുന്നത്, ശ്രദ്ധിക്കണം. 354 എന്ന് പറയുന്നത് അസാൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ്. അസാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ തല്ലുക അല്ലെങ്കിൽ മർദ്ദിക്കുക. യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറ്റകരമായ രീതിയിൽ ബലം പ്രയോഗിക്കുക. ടു എ വുമൺ, ആരെ? ഒരു സ്ത്രീയെ. വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജസ് ഹിസ് മോഡസ്റ്റ്. എന്താണ്? കൊലപാതകമാണ് എന്ന് എല്ലാവരും പറയുന്നു. പോലീസ് ചാർജ് ചെയ്തേക്കുന്ന കുറ്റം സ്ത്രീത്വത്തിന് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ മുകളിൽ ബലം പ്രയോഗിക്കുക അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ തല്ലുക, സ്ത്രീയെ തല്ലുക എന്നതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വകുപ്പ് 354. ഇംപ്രിസൺമെൻറ്റ് ഫോർ 7 years ആൻഡ് ഫൈൻ. അതിന് ശിക്ഷ എത്രയാണ്? 7 വർഷത്തെ ശിക്ഷയും അതിന് ഫൈനും. അത് ജാമ്യമില്ലാത്തതാണ്. പരാതി ഇല്ലെങ്കിലും പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അതും കോർട്ട് ഓഫ് സെഷനാണ് കൈകാര്യം ചെയ്യേണ്ടത്. അടുത്തത് 376 2F. 376 2F. 376 2 ഒക്കെ വരുന്നത് 376 എന്ന് പറഞ്ഞാൽ തന്നെ ബലാത്സംഗമാണ്. 376 2F ഇതെല്ലാം ബലാത്സംഗത്തിൻ്റെ പ്രത്യേക രീതിയിൽ ഒരു തവണ ബലാത്സംഗം ചെയ്താൽ, ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്താൽ, പിന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ബലാത്സംഗം ചെയ്താൽ 377 എന്ന് പറയുന്ന ഒരു വകുപ്പ് അത് ചേർത്തിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കുന്നത് അൺനാച്ചുറൽ ഒഫൻസ് എന്നാണ്. അത് നിയമം പഠിച്ചവർക്ക് അറിയാം. അൺനാച്ചുറൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബലാത്സംഗം ചെയ്യുന്ന സ്ഥലത്ത്, അതായത് സ്ത്രീയുടെ സ്ത്രൈണ അവയവത്തിലല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ബലാത്സംഗം ചെയ്താൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അൺനാച്ചുറൽ ഒഫൻസ് എന്ന് പറയുന്നത് ബലാത്സംഗം ചെയ്താൽ അതാണ് 377. പിന്നെ 305 എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് അബേറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്. നോക്കണം, കൊലപാതകം എന്ന വകുപ്പ് അതിൽ ചാർജ് ചെയ്തിട്ടില്ല. സൂയിസൈഡ്, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു എന്നാണ് കുറ്റം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ആത്മഹത്യാ പ്രേരണയാണ് ചാർജ്. കൊലപാതകം ചാർജ് 302 ചാർജ് ചെയ്തിട്ടില്ല, 305 ചാർജ് ചെയ്തത്. അബേറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് കമ്മിറ്റഡ് ബൈ ചൈൽഡ് ഓർ ഇൻസൈൻ ഓർ ഡെലീഷ്യസ് പേഴ്സൺ ഓർ ആൻ ഇഡിയറ്റ്
ഓഫ് ആൻ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. ഒരു ചൈൽഡിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാർജ്. എന്ന് പറഞ്ഞാൽ 302 കൊലപാതകം FIR ചാർജ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, വളരെയേറെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്തില്ല? കൊലപാതകം ചാർജ് ചെയ്തിട്ടേ ഇല്ല. സെക്ഷൻ 5(1) ആൻഡ് N റീഡ് വിത്ത് സെക്ഷൻ S, സെക്ഷൻ 7 റീഡ് വിത്ത് സെക്ഷൻ 8 ഓഫ്. അതിൻ്റെ ഓരോ സെക്ഷനും ഞാൻ വിശദീകരിക്കില്ല. അതെല്ലാം പെൺകുട്ടികളെ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെ, പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വകുപ്പുകളാണ്. സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ ഒന്നിലധികം തവണ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന വകുപ്പാണ്. അത് 2012 പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയും വകുപ്പുകളെ ചാർജ് ചെയ്തിട്ടുള്ളൂ. വളരെ വ്യക്തമായി മനസ്സിലാക്കുക, കൊലപാതകം 302 ചാർജ് ചെയ്തിട്ടില്ല. ഓക്കെ, എങ്ങനെയാണ് കേസ് അട്ടിമറിച്ചത് എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണും. ഓക്കെ, മാത്രമല്ല ആ കേസിൽ അട്രോസിറ്റീസ് ആക്ട് ചാർജ് ചെയ്തിട്ടില്ല. അട്രോസിറ്റീസ് ആക്ട് ചാർജ് ചെയ്യാത്തത് ഒരു പക്ഷേ പ്രതി എന്ന് പറഞ്ഞാൽ കുറ്റ ആരോപിതൻ ആരായിരിക്കും? പട്ടികജാതിക്കാരനായിരിക്കും. പ്ലീ ഓഫ് ദി അക്യൂസ്ഡ് കോടതിയിൽ എന്ത് വാദിച്ചു? നോട്ട് ഗിൽറ്റി, കുറ്റക്കാരനല്ല എന്ന് വാദിച്ചു. ഫൈൻഡിങ് ഓഫ് ദ ജഡ്ജ് കണ്ടെത്തിയതും കുറ്റക്കാരനല്ല എന്നാണ്. ഇനി സെൻറ്റൻസ് ഓഫ് ഓർഡർ, ജഡ്ജിമെൻ്റ് എങ്ങനെയാണ് എഴുതിയത്? ദ അക്യൂസ്ഡ് ഈസ് നോട്ട് ഗിൽറ്റി, ജഡ്ജ് കണ്ടെത്തിയത് അക്യൂസ്ഡ് ഈസ് നോട്ട് ഗിൽറ്റി, കുറ്റ ആരോപിതൻ കുറ്റക്കാരനല്ല. ഓഫ് ദി ഒഫൻസ് പണിഷബിൾ 450, 450 ശിക്ഷിക്കാൻ പറ്റത്തില്ല. 354 ശിക്ഷിക്കാൻ പറ്റില്ല. 362 F-ലും I-ലും N-ലും ശിക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ബലാത്സംഗം തെളിയിക്കപ്പെട്ടിട്ടില്ല. 377 അൺനാച്ചുറൽ ഒഫൻസ് തെളിയിക്കപ്പെട്ടിട്ടില്ല. 305 ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ല. സെക്ഷൻ 5(1) N റീഡ് വിത്ത് സെക്ഷൻ 6, സെക്ഷൻ 7, സെക്ഷൻ 8 ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. ഇതിലെ ഒരു ചാർജ് പോലും കോടതിയിൽ അക്യൂസിനെതിരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഹീ ഈസ് അക്വിറ്റഡ്, അയാൾ എന്ത് ചെയ്തു? കുറ്റമോചിതനാക്കി. അണ്ടർ സെക്ഷൻ 235I ഓഫ് CRPCയുടെ 235(1) പ്രകാരം, I അല്ല 1 പ്രകാരം അയാളെ കുറ്റമോചിതനാക്കി എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. 235(1) ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ജഡ്ജ്മെൻറ്റ് ഓഫ് അക്വിറ്റൽ ഓർ കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് അയാളെ കുറ്റമോചനാക്കി എന്നോ അല്ലെങ്കിൽ കുറ്റക്കാരനാക്കി എന്നോ വ്യക്തമായി പറയണം. അതിൽ ആഫ്റ്റർ ഹിയറിംഗ് ആർഗ്യുമെൻറ്റ് ആൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ലോ ഇഫ് എനി ദ ജഡ്ജ് ഷാൽ ഗീവ് ജഡ്ജ്മെൻറ്റ് ഇൻ ദ കേസ്. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം ജഡ്ജ്മെൻറ്റ് പറയണം. ആ പറയുന്നത് 325(1) പ്രകാരമാണ്. ആ 325(1) പ്രകാരം ഈ സെറ്റ് അറ്റ് ലിബർട്ടി, അയാൾക്ക് എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകുന്നു. അക്യൂസ് ഷാൽ ബി റിലീസ്ഡ് ഫോർത്ത് വിത്ത് ഇഫ് ഹീസ് കസ്റ്റഡി ഈസ് നോട്ട് നെസസറി ഇൻ എനി അതർ കേസ്. മറ്റ് കേസുകൾ ഇയാളെ കസ്റ്റഡി വെക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം? അയാളെ റിലീസ് ചെയ്യാം. ഇതാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വന്നു എന്നാണ് നമ്മൾ താഴേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത്, കൊലപാതകം ചാർജ് ചെയ്തിട്ടേയില്ല. ഓക്കെ, നെയിം ഓഫ് ദ പോലീസ് ആൻഡ് ക്രൈം നമ്പർ. പോലീസ് സ്റ്റേഷൻ ഏതാണ്? വാളയാർ പോലീസ് സ്റ്റേഷൻ. ക്രൈം നമ്പർ 43/2017. 43/2017 എന്ന് പറയുന്ന ക്രൈം നമ്പർ പ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. നെയിം ആൻഡ് ഡെസിഗ്നേഷൻ കമ്മിറ്റിംഗ് ഓഫ് മജിസ്ട്രേറ്റ്, നമ്പർ ഓഫ് ദ കേസ്. ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നതിന് ശേഷം സെഷൻസ് കോടതിയിലേക്ക് പോയതാണോ എന്നാണ് അവിടുത്തെ ചോദ്യം. അല്ല. കാരണം എന്താ? ഇത് പോക്സോ പ്രകാരവും
പിന്നെ സെഷൻസ് കോടതിയുടെയും കേസാണ്. അതുകൊണ്ട് പോക്സോ കോടതി നേരിട്ടാണ് കേസെടുക്കുന്നത്, മജിസ്ട്രേറ്റ് കോടതിയിൽ വരേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോസിക്യൂഷൻ കണ്ടക്റ്റഡ് ബൈ ഡാഷ്. സർക്കാരിന് വേണ്ടി ആരാണ് ഹാജരായത് എന്ന് പറയുന്നു. ശ്രീമതി ലതാ ജയരാജ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോക്സോ. പോക്സോ കോടതിയിലെ ലതാ ജയരാജ് എന്ന് പറയുന്ന അഡ്വക്കറ്റാണ് സർക്കാരിന് വേണ്ടി ഹാജരായത്. അക്യൂസ്ഡ് ഡിഫൻഡഡ് ബൈ അഡ്വക്കറ്റ് രഞ്ജിത്ത് കൃഷ്ണാവി. രഞ്ജിത്ത് കൃഷ്ണ എന്ന് പറയുന്ന അഡ്വക്കറ്റ് ആണ് ആരുടെ അഡ്വക്കറ്റ്? കുറ്റവാളിയുടെ, കുറ്റാരോപിതൻ്റെ. കുറ്റവാളി എന്ന് പറയുന്ന തെറ്റാണ്, കുറ്റാരോപിതൻ്റെ അഡ്വക്കറ്റ്. ഡേറ്റ് ഓഫ് വിച്ച് കോപ്പി ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഗീവൻ ടു അക്യൂസ്ഡ്. അക്യൂസ്ഡിന് ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി എന്ന് കൊടുത്തു എന്നാണ് അവിടെ പറഞ്ഞത്. അത് ഡേറ്റ് പറഞ്ഞിട്ടില്ല, അതിന് മുമ്പേ അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശദമായ ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നു. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദ സീരീസ് ഓഫ് കേസസ് ചാർജ് ഷീറ്റ് ബൈ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് നർക്കോട്ടിക് സെൽ പാലക്കാട്, which arose out of the suicide committed by two minor girls who are sisters aged 13 years and 99 years respectively. ആ ജഡ്ജിമെൻ്റ് ഫസ്റ്റ് ലൈനിൽ തന്നെ ആ കേസ് നമ്മളിപ്പോൾ പറയുന്ന പുറത്തു വരുന്ന വിഷയങ്ങളിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ്, വളരെ വ്യത്യസ്തമാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ സീരിയസ് കേസ് ചാർജ് ഷീറ്റഡ് ബൈ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് നർക്കോട്ടിക് സെൽ പാലക്കാട്. പാലക്കാട് നർക്കോട്ടിക് സെല്ലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ചാർജ് ഷീറ്റ് എഴുതി തന്ന വളരെ സീരിയസ് ആയ ഒരു കേസാണിത്. സീരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ്, ഒന്നിന് പിറകെ ഒന്നായി നടന്ന കേസാണ്. വിച്ച് അറോസ് ഔട്ട് ഓഫ് എ സൂയിസൈഡ് കമ്മിറ്റഡ് ബൈ ടു മൈനർ ഗേൾസ്. രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസാണിത്. കൊലപാതകം ചെയ്ത കേസാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജിമെൻറ്റിൽ വളരെ വ്യക്തമായി പറയുന്നത് അത് ആത്മഹത്യ ചെയ്ത കേസാണെന്നാണ്. കാരണം ജഡ്ജിമെൻറ്റ് പറയുന്നത് സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. ബഹുമാനപ്പെട്ട കോടതിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഹു ആർ സിസ്റ്റേഴ്സ്, അവർ സഹോദരിമാരാണ്. ഏജ് 13 years ആൻഡ് 19 years റെസ്പെക്റ്റീവ്ലി. ഒരാൾക്ക് 13 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 9 വയസ്സും. The elder girl committed suicide on 13/1/2017. മൂത്ത ചേച്ചി, അതായത് ചേച്ചി 13/1/2017 സൂയിസൈഡ് ചെയ്തു. ആൻഡ് ദ യങ്ങർ ഗേൾ, ചെറിയ കുട്ടി, കമ്മിറ്റഡ് സൂയിസൈഡ് ഓൺ 4/3/2017. മാർച്ച് 4 രണ്ടാമത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്, കൊലപാതകം ചെയ്തു എന്ന് പറയുന്നില്ല. by hanging themselves on the roof of the one room shed belonging to their mother. അവരുടെ അമ്മയുടെ ഒറ്റമുറി ഷെഡിൽ തൂങ്ങി മരിച്ചു എന്നാണ് കേസ്. The deputy superintendent of police who headed the special investigation team constituted for the purpose of investigation of the case filed altogether 6 final report before the court. നോക്കണം, അത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ നിലയിൽ സ്പെഷ്യൽ ടീമിനെ ഇൻവെസ്റ്റിഗേഷൻ ഒപ്പിച്ചു. അവർ 6 ഫൈനൽ റിപ്പോർട്ടുകൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. സാധാരണഗതിയിൽ ഒരു ഫൈനൽ റിപ്പോർട്ടാണ് കൊടുക്കുക. ആ ഒരു ഫൈനൽ റിപ്പോർട്ടിൽ തെറ്റുണ്ട് എന്ന് തോന്നിയാൽ, ബഹളമുണ്ടായാൽ നാട്ടുകാരും ബാക്കിയുള്ളവരും ഗവൺമെൻറ്റും ഒക്കെ ഇടപെടുമ്പോഴാണ് രണ്ടാമത്തെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ പല ഇടപെടലുകൾ വന്നു, 6 ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ 6 ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടും കൊലപാതകം ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ ഫൈനൽ റിപ്പോർട്ട് എന്താണ്, രണ്ടാമത്തെ ഫൈനൽ റിപ്പോർട്ട് എന്താണ്, മൂന്നാമത്തെ ഫൈനൽ റിപ്പോർട്ട് എന്താണ്, നാലാമത്തെ ഫൈനൽ റിപ്പോർട്ട്, അങ്ങനെ ഓരോ ഫൈനൽ റിപ്പോർട്ടുകളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇൻകൾപ്പേറ്റിംഗ് ഓൾ ടുഗദർ 4 persons. അതിൽ കുറ്റക്കാരനായി കണ്ടത് ആരെയാണ്? ഇൻകൾപ്പേറ്റിംഗ് ഓൾ ടുഗദർ 4 persons ഫോർ ഡെത്ത് ഓഫ് ദ ഗേൾസ്.
അതിൽ ഈ പെൺകുട്ടികളുടെ മരണത്തിന് 4 പേരെയാണ് കുറ്റക്കാരൻ എന്ന് പോലീസുകാർ പറഞ്ഞത്. അങ്ങനെ 6 ഫൈനൽ റിപ്പോർട്ടുകൾ ഇതിൽ ഹാജരാക്കി. Another final report was filed before the Juvenile Justice Board against the child in conflict with law. ഓക്കെ, ഈ കേസ് എന്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പോക്സോ കോടതിയിൽ കേസ് വന്നാൽ പോക്സോ കോടതിയാണ് കേസ് കേൾക്കുന്നത്. അട്രോസിറ്റീസ് ആക്ട് വന്നാൽ അട്രോസിറ്റീസ് ആക്ടിൻ്റെ കോടതിയാണ് കേസ് കേൾക്കേണ്ടത്. പിന്നെ അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ ചെന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ എപ്പോഴാണ് കേസെത്തുന്നത്? കുറ്റാരോപിതൻ 18 വയസ്സിന് താഴെയാണെങ്കിലാണ്, അല്ലാതെ മരിച്ചയാൾ 18 വയസ്സിന് താഴെ ആകുമ്പോഴല്ല ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ ചെന്നത്. അതാണ് ഇൻ കോൺഫ്ലിക്റ്റിംഗ് വിത്ത് ലോ എന്ന് പറഞ്ഞത്. നിയമത്തിനെതിരായി തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിലും എന്ത് ചെയ്യുന്നു, ഒരു ചാർജ് ഷീറ്റ് ചെന്നു എന്നാണ് അവിടെ പറഞ്ഞത്. The above sessions case is respect of death of elder girl. ഈ കേസ് മൂത്ത കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ ഇളയ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസല്ല ഇത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ് വിച്ച് ലീഡ് ടു ദ ഫയലിംഗ് ഓഫ് ദ ഫൈനൽ റിപ്പോർട്ട് ബൈ ദ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ ഫോളോസ്. അപ്പോൾ ആ കേസ്, ആ മരണം നടന്നതിന് ശേഷം എങ്ങനെയാണ് 6 ഫൈനൽ റിപ്പോർട്ടുകൾ കോടതിയുടെ മുമ്പിൽ വന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഇനി പറയുന്നത്. ഓൺ 13/1/2017 13/1/2017 ദ എൽഡർ ഗേൾ ഏജ്ഡ് 13 years വാസ് ഫൗണ്ട് ഡെഡ് ബൈ ഹാങ്ങിങ് ഹെർസെൽഫ് ഓൺ ദ റാദർ ഓൺ ഓഫ് ദ റൂഫ് ഷെഡ് ബിലോങ് ടു ഹെർ മദർ. നോക്കൂ, അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പോലീസിന് എന്തടിസ്ഥാനത്തിൽ എഴുതിയാണെന്ന് നമുക്കറിയത്തില്ല. ദ എൽഡർ ഗേൾ, മൂത്ത പെൺകുട്ടി, ഏജ്ഡ് 13 വയസ്സുള്ള മൂത്ത പെൺകുട്ടി, വാസ് ഫൗണ്ട് ഡെഡ്, മരിച്ചതായി കാണപ്പെട്ടു, ബൈ ഹാങ്ങിങ് ഹെർസെൽഫ്, സ്വന്തമായി തൂങ്ങി മരിച്ചതായി കാണപ്പെട്ടു, ഓൺ ദ റാഫ്റ്റർ ഓഫ് ഓൺ റൂം ഷെഡ്. ആ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരം എന്നാണ്. റാഫ്റ്റർ ഓഫ് ഓൺ റൂം ഷെഡ്, ഒറ്റ മുറി വീട്ടിൽ അവൾ തൂങ്ങി മരിച്ചതായി കാണപ്പെട്ടു, ബിലോങ്ങിങ് ടു ഹെർ മദർ. ആ മുറി അല്ലെങ്കിൽ ആ ഒറ്റമുറി വീട് അമ്മയുടേതാണ്. അമ്മയുടെ അവകാശത്തിലുള്ള ഒറ്റമുറി വീടിൻ്റെ ഉത്തരത്തിൽ 13 വയസ്സുള്ള മൂത്ത പെൺകുട്ടി 13/1/2017 സ്വന്തമായി തൂങ്ങി മരിച്ച് കാണപ്പെട്ടു. വളരെ വ്യക്തമായിട്ട് എന്ന് പറഞ്ഞാൽ ആ കേസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമോ അതുപോലെ കൈകാര്യം ചെയ്ത്, ശരിയോ തെറ്റോ നമുക്കറിയത്തില്ല, എങ്കിലും ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഷീ യൂസ്ഡ് എ ചുരിദാർ ഷാൾ ആസ് ലിഗേറ്റർ. കെട്ടിത്തൂങ്ങി ചാകുന്നതിന് വേണ്ടി കയറ് കിട്ടിയില്ല. എന്താണ് ഉപയോഗിച്ചത്? ചുരിദാറിൻ്റെ ഷാളാണ്. ഓൺ ദി വെരി സെയിം ഡേ, അതേ ദിവസം തന്നെ, ഓൺ ദ ബേസ് ഓഫ് ദ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബൈ വൺ ഉണ്ണികൃഷ്ണൻ. അന്ന് FIR കൊടുത്തത് ഒരു ഉണ്ണികൃഷ്ണനാണ്. ഹൂ ഈസ് ദ റിലേറ്റീവ് ഓഫ് ദ ഗേൾ. ആ ഉണ്ണികൃഷ്ണൻ ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ്. പോലീസ് രജിസ്റ്റേർഡ് ദ FIR. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ആ FIRൻ്റെ നമ്പർ 43/2017 എന്നാണ്. ഓഫ് വാളയാർ പോലീസ് സ്റ്റേഷൻ അണ്ടർ സെക്ഷൻ 174 CRPC. എന്താണ് 174? അത് നോക്കണം. 174 CRPC എന്ന് പറഞ്ഞാൽ അൺനാച്ചുറൽ ഡെത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, 174 CRPC പ്രകാരം അൺനാച്ചുറൽ ഡെത്ത് സംഭവിച്ചതിന് പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്തു. 174 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 174ൻ്റെ സബ്സെക്ഷൻ പറയാം. പോലീസ് ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ഓൺ സൂയിസൈഡ്. നോക്കൂ, ആ കേസിനെ 174 ഇട്ടപ്പോൾ തന്നെ അത് ആത്മഹത്യയാണ് എന്ന് തീർത്തങ്ങ് പറയുകയാണ്. വാളയാർ പോലീസ് സ്റ്റേഷൻ അണ്ടർ സെക്ഷൻ 174 CRPC നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ കേസ് എങ്ങനെ കൈകാര്യം ചെയ്തു? പോലീസ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും എങ്ങനെ കൈകാര്യം ചെയ്തു? നോക്കൂ, ദ പോലീസ്
ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ഓൺ സൂയിസൈഡ് എക്സെട്ര 174. 174 പ്രകാരം അത് സൂയിസൈഡാണ് എന്ന് ആദ്യമേ വിലയിരുത്തപ്പെടുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു? FIRൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു. വൈൽ ദ സെഡ് ക്രൈം വാസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ, ആ സമയം ആ കുറ്റം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലായിരുന്നു. 4/3/2017 എന്നാ മരണം നടന്നത്? 13/1/2017. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കെ 4/3/2017 ദ യങ്ങർ സിസ്റ്റർ ഓഫ് ദ ഡിസീസ്ഡ് ഗേൾ ഹൂ വാസ് ഏജ്ഡ് 19 years ഓൾസോ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ ദ വെരി സെയിം മാനർ. അതേ രീതിയിൽ തന്നെ 4/3/2017 ഇളയ കുട്ടിയും എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് റിപ്പോർട്ട്. FIR അങ്ങനെയാണ്. വിത്ത് റിഗാർഡ് ടു ഹെർ ഡെത്ത് ഓൾസോ, ആ രണ്ടാമത്തെ കുട്ടിയുടെ മരണത്തിലും പോലീസ് രജിസ്റ്റേർഡ് ആൻ FIR. പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു അണ്ടർ സെക്ഷൻ 174 CRPC. മുമ്പേ പറഞ്ഞതുപോലെ പോലീസ് ടു എൻക്വയർ റിപ്പോർട്ട് ഓൺ സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തതിന് വേണ്ടി പോലീസ് അന്വേഷിക്കണം എന്ന രീതിയിൽ 240/2017 എന്ന് പറയുന്ന ഒരു FIR അതിനും രജിസ്റ്റർ ചെയ്തു. അവിടെ ഒരിക്കലും കൊലപാതകം എന്നതിനെക്കുറിച്ച് ചർച്ച വന്നിട്ടേയില്ല. സൂയിസൈഡ് ആണ് എന്ന് എന്ത് ചെയ്തു? FIR ഇടുന്നതിന് മുമ്പേ കണ്ടെത്തുകയും ചെയ്തു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓഫ് വാളയാർ പോലീസ് സ്റ്റേഷൻ ഓൺ ദ ബേസ് ഓഫ് ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം വൺ രാധാകൃഷ്ണൻ. അത് അയിലത്തുള്ള ഈ പെൺകുട്ടിയുടെ ബന്ധുവായ രാധാകൃഷ്ണനാണ് അതിനും FIR കൊടുത്തുള്ളത്. എ നെയ്ബർ ഓഫ് ദി ഗേൾ. ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ഒഫൻസ് വാസ് ഇനിഷ്യലി കണ്ടക്റ്റഡ് ബൈ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് നടത്തുന്ന അന്വേഷണത്തിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. മജിസ്ട്രേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെ പറയുന്നത് എൻക്വയറി എന്ന്. പോലീസ് അന്വേഷണം നടന്നു. ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഒഫൻസ് വാസ് ഇനിഷ്യലി കണ്ടക്റ്റഡ് ബൈ ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ് ആ കേസിൻ്റെ എന്ത് നടത്തിയത്? അന്വേഷണം നടത്തിയത്. ഇൻവെസ്റ്റിഗേഷൻ വാസ് കണ്ടക്റ്റഡ് ബൈ ദി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹു വാസ് ഹോൾഡിംഗ് ചാർജ് ഓഫ് കസബ സർക്കിൾ. അദ്ദേഹം കസബ സർക്കിളിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഇൻ ഹിസ് ഇൻവെസ്റ്റിഗേഷൻ, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഗേൾ വെയർ സബ്ജക്റ്റഡ് ടു സെക്ഷൽ അബ്യൂസ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ആ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. ഹെൻസ് ഹീ ഫയൽഡ് എ റിപ്പോർട്ട് ഇൻകോർപ്പറേറ്റിംഗ് പീനൽ പ്രൊവിഷൻ അണ്ടർ സെക്ഷൻ 376, 377, 306 of IPC read with section 5 and 6 of Protection of Children from Sexual Offences Act proceeded with investigation. അപ്പോൾ 376, 377, 306 നമ്മൾ മുമ്പേ പറഞ്ഞു. 306 എന്തൊക്കെയാണ്? ഈ വകുപ്പുകൾ പ്രകാരം കൂട്ടിച്ചേർക്കുകയും ആത്മഹത്യ എന്ന് എഴുതിയ കേസിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട്, അൺനാച്ചുറൽ ഒഫൻസ് സംഭവിച്ചിട്ടുണ്ട്, 306 സംഭവിച്ചിട്ടുണ്ട്. സെക്ഷൻ അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് അത് പോക്സോയിൽ പെടുത്തി അന്വേഷണം തുടങ്ങി. ബട്ട് ഡ്യൂ ടു പബ്ലിക് അജിറ്റേഷൻ, എന്നാൽ പൊതുജനങ്ങളുടെ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹെഡഡ് ബൈ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് നർക്കോട്ടിക് സെൽ പാലക്കാട് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ദ ഓർഡർ ഓഫ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ADGPയുടെ ഉത്തരവ് പ്രകാരം സബ് ഇൻസ്പെക്ടറിൽ നിന്ന് എന്ത് ചെയ്തു? അന്വേഷണം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് നർക്കോട്ടിക് സെല്ലിലേക്ക് കൈമാറി. നോർത്ത് സോൺ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വാസ് ഹാൻഡഡ് ഓവർ ടു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് നർക്കോട്ടിക് സെൽ പാലക്കാട്. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരായി? DYSP നർക്കോട്ടിക് സെൽ പാലക്കാടായി. ഇൻ ഹിസ് ഇൻവെസ്റ്റിഗേഷൻ, അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഹി റീച്ച്ഡ് ദ കൺക്ലൂഷൻ ദാറ്റ് ദ ഗേൾസ് വെയർ റിപ്പീറ്റഡ്ലി സബ്ജക്റ്റഡ് ടു അൺനാച്ചുറൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്. എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ഉപയോഗത്തിന് ഒന്നിലധികം തവണ ഈ പെൺകുട്ടികൾ വിധേയമായിട്ടുണ്ട്. ആൻഡ് ദ ഇൻടോളറബിൾ പെയിൻ
ആൻഡ് ഏനൽ റീജിയൻ ലീഡ് ദ ഗേൾസ് ടു കമ്മിറ്റ് സൂയിസൈഡ്. മലദ്വാര ഭാഗത്ത് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായതുകൊണ്ടാണ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത്. നോക്കൂ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ് ആ പറഞ്ഞത്. ആ പെൺകുട്ടികൾ നിരന്തരമായി റിപ്പീറ്റഡ്ലി സബ്ജക്റ്റ് ടു അൺനാച്ചുറൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്, അതുകൊണ്ട് ഇൻടോളബിൾ പെയിൻ, സഹിക്കാനാകാത്ത വേദന, ഇൻ ഏനൽ റീജിയൻ, മലദ്വാര ഭാഗത്ത് അങ്ങനെ വേദനയുണ്ടായി, അതുകൊണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഹീ അറസ്റ്റഡ് ദ അക്യൂസ്ഡ്, മുകളിൽ പറഞ്ഞ മധു എന്ന് പറഞ്ഞ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു. എന്ന് അറസ്റ്റ് ചെയ്തു? 9/3/2017 അറസ്റ്റ് ചെയ്തു. ആൻഡ് ഹി വാസ് റിമാൻഡഡ് ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി, അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ഹി വാസ് റിമാൻഡഡ് ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി ഓൺ ദ കംപ്ലീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ ദ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഫയൽഡ് സെപ്പറേറ്റ് ചാർജ് ഷീറ്റ് എഗൻസ്റ്റ് ഈച്ച് ഓഫ് ദി അക്യൂസ്. ഓരോ കുറ്റവാളിക്കുമെതിരെ പ്രത്യേകം ചാർജ് ഷീറ്റുകൾ ഫയൽ ചെയ്തു. ഓക്കെ, വൺ ഓഫ് ദി അക്യൂസ്ഡ് ഈസ് എ മൈനർ. അതിലെ ഒരു അക്യൂസ്ഡ് മൈനർ ആയിരുന്നു. ആൻഡ് ഹെൻസ് എ ചാർജ് ഷീറ്റ് എഗൻസ്റ്റ് ഹിം ഈസ് ഫൈൽഡ് ബിഫോർ ദ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അപ്പോഴാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ചാർജ് ഷീറ്റ് എത്തിയത് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിലെ ഒരു പ്രതി, അക്യൂസ്ഡ് കുറ്റാരോപിതൻ ഒരു മൈനർ ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാർജ് ഷീറ്റ് എവിടെ കൊടുത്തു? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ കൊടുത്തു. Against the accused in Sessions case. Sessions കേസിൽ the final report was filed for the offence punishable under 450. 450, 354, 376 F and E and N and 305 IPC പ്രകാരം എന്ത് ചെയ്തു? ഈ അക്യൂസിനെതിരെ കേസെടുത്തു. സെക്ഷൻ 7 റീഡ് വിത്ത് 8 5N ഇതെല്ലാം സെക്ഷൽ ഒഫൻസുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ മുമ്പേ വിശദീകരിച്ചതാണ്. അടുത്ത്, ദ പ്രോസിക്യൂഷൻ കേസ് ഈസ് ദാറ്റ്. പ്രോസിക്യൂഷൻ്റെ സർക്കാരിൻ്റെ കേസ് ഇതാണ്. ഫ്രം ഏപ്രിൽ 2016 2016 മുതൽ 3/1/2017 വരെ വേരിയസ് ഒക്കേഷൻ, വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിൽ ദ അക്യൂസ്ഡ് ട്രസ്പാസ്ഡ് ഇൻ ദ വൺ റൂം ഷെഡ് ബിയറിംഗ് നമ്പർ 11666 എന്ന് പറയുന്ന നമ്പറുള്ള ഷെഡിൽ, ഒറ്റ മുറി ഷെഡിൽ അക്യൂസ്ഡ് കുറ്റവാളി വന്നു. അത് പുതുശ്ശേരി പഞ്ചായത്തിലെ ഷെഡാണ്. ആ ഷെഡ് അമ്മയുടെ വകയാണ്, മരിച്ച പെൺകുട്ടികളുടെ അമ്മയുടെ വകയാണ്. അവിടെ വന്നു. ദ ഗേൾ ഏജ്ഡ് 13 ആൻഡ് ഓൾസോ ഇൻ ടു ദ ഹാഫ് കൺസ്ട്രക്റ്റഡ് ഹൗസ് ഓഫ് ദ മദർ ഓഫ് ദ വിക്ടിം സിറ്റുവേറ്റഡ് അഡ്ജസൻറ്റ് ടു ദ സെറ്റ് വൺ റൂഫ് ഷെഡ് ആൻഡ് ഫ്രം those house repeatedly subject to girl to carnal intercourse against the order of the nature. ഈ അക്യൂസ്ഡ് വീട്ടിനകത്ത് വരികയും ആ ഒറ്റമുറി വീട്ടിൽ വെച്ചും തൊട്ടടുത്ത് കാണുന്ന പണി പൂർത്തിയാകാത്ത വീട്ടിൽ വെച്ചും ഈ പെൺകുട്ടിയുടെ മലദ്വാരത്തിലൂടെ അതിനെ ബലാത്സംഗം ചെയ്യുകയുണ്ടായി എന്നാണ്, അതും ആവർത്തിച്ച് ബലാത്സംഗം ഉണ്ടായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഇറ്റ് ഈസ് ഓൾസോ ദ കേസ് ഓഫ് പ്രോസിക്യൂഷൻ ദാറ്റ് accused subject the girl to the aforesaid activities from the house bearing number 12242 of പുതുശ്ശേരി പഞ്ചായത്ത്, ഒറ്റപ്പാലം കല്ലാടൻ കടവിലെ 12242 എന്ന് പറയുന്ന വീട്ടിൽ വെച്ചും ആ പെൺകുട്ടിയെ ഈ കുറ്റാരോപിതൻ അൺനാച്ചുറൽ ഒഫൻസിന് വിധേയമാക്കിയിട്ടുണ്ട്. വിച്ച് ബിലോങ് ദ ഗ്രാൻഡ് മദർ ഓഫ് ദ വിക്ടിം. ആ രണ്ടാമത് പറഞ്ഞ വീട് അത് മരിച്ചുപോയ പെണ്ണിൻ്റെ അമ്മയുടെ വീടാണ്, ഗ്രാൻഡ് മദറിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വീട്ടിൽ വെച്ചും ഇതിനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്.
ഒറ്റമുറി വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, പുതിയ വീട് പണി തീരാത്ത വീട്ടിൽ വെച്ചും അതിനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്. വിച്ച് ബിലോങ് ദ ഗ്രാൻഡ് മദർ ഓഫ് ദ വിക്ടിം. ഹി ഫർദർ സെക്ഷുവലി അസാൾട്ട് ദ ഗേൾ ഫ്രം ഹെർ ഹൗസ് ബൈ ടച്ചിങ് ഹെർ ബ്രസ്റ്റ് ഇൻ ദ പ്രൈവറ്റ് പാർട്ട്. അപ്പോൾ ബ്രസ്റ്റിലും പ്രൈവറ്റ് പാർട്ടിലും ടച്ച് ചെയ്തും ആ പെൺകുട്ടിയെ അസാൾട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദ ഇൻടോളറബിൾ സെക്ഷൽ അസോൾട്ട് ആൻഡ് ഹരാസ്മെൻറ്റ് ദ അക്യൂസ്ഡ് ഇൻ ദി എബോവ് സെഷൻസ് കേസ് ആൻഡ് അതർ പേഴ്സൺ ഹൂ ആർ ചാർജ് ഷീറ്റ് ബൈ ദ പോലീസ്. അപ്പോൾ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ മധു ഇങ്ങനെ ചെയ്തതും അങ്ങനെ ഇൻടോളറബിൾ സഹിക്കാൻ കഴിയാത്ത സെക്ഷൽ അസാൾട്ട്മെൻറ്റും ഹറാസ്മെൻറ്റും ഉണ്ടായതുകൊണ്ടും മറ്റ് പ്രതികൾ 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ 4 പ്രതികളും ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ആവർത്തി ചെയ്തുകൊണ്ടും ദ വിക്ടിം കമ്മിറ്റഡ് സൂയിസൈഡ്. നോക്കൂ, ഈ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. ദ വിക്ടിം കമ്മിറ്റ് സൂയിസൈഡ്. ഇര 13/1/2017 എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ബിറ്റ്വീൻ 12-13 hours to 7, അതായത് 12:30 5 മണിക്കും ഇടയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ്. ബൈ ഹാങ്ങിങ് ഹേഴ്സൽ, അവിടെയും തെളിവുകളൊന്നും വേണ്ട, സ്വന്തമായി കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. റാഫ്റ്റർ ഓഫ് ഹർ വൺ റൂം ഷെഡ്. എവിടെ? ആ പെണ്ണിൻ്റെ ഷെഡിൻ്റെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചത്തു. അത് 11,666 എന്ന് പറയുന്ന നമ്പറുള്ള വീടാണ്, അല്ല ഷെഡാണ്. വേറിൻ ഷീ വാസ് റിസൈഡിങ് വിത്ത് ഹെർ പേരൻസ് ആൻഡ് സിബ്ലിങ്സ്. സഹോദരന്മാരും സഹോദരിമാരും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഈ പെൺകുട്ടി ആ ഒറ്റമുറി വീട്ടിലായിരുന്നു താമസം. ഇത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൺ റെസിപ്റ്റ് ഓഫ് ദ ഫൈനൽ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇറ്റ് വാസ് ടേക്കൺ കോഗ്നിസൻസ് ആൻഡ് ആഫ്റ്റർ നമ്പറിംഗ് ദ കേസ് സെഷൻസ് കേസ് 396/2017. ഈ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ കേസ് സെഷൻസ് കേസായിട്ട് നമ്പർ ചെയ്തു. 396/2017 എന്നാണ് എൻ്റെ നമ്പർ. ദ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി മെയ്ഡ് ഓവർ ദ കേസ് ദ കോർട്ട് ഫോർ ട്രയൽ ആൻഡ് ഡിസ്പോസൽ. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് ഈ കേസ് ആർക്ക്? പോക്സോ കോടതിക്ക് അയച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? അത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ. ഓൺ പ്രൊഡക്ഷൻ ഓഫ് അക്യൂസ്ഡിനെ ഹാജരാക്കി. ഹി വാസ് സെർവ്ഡ് വിത്ത് കോപ്പി, അദ്ദേഹത്തിന് കോപ്പി കൊടുത്തു. ഫോർ ഓൾ റെലവൻറ്റ് പ്രോസിക്യൂഷൻ റെക്കോർഡ്സ് പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ 207 ഓഫ് CRPC. 207 എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യൂസ്ഡ് കോടതിയിൽ ഹാജരായാൽ അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കുറ്റങ്ങളുടെയും അടങ്ങുന്ന ഒരു കോപ്പി ഫ്രീ ഓഫ് കോപ്പി പ്രകാരം ആർക്ക് കൊടുക്കണം? ആ കുറ്റവാളിക്ക് കൊടുക്കണമെന്നാണ് ദ ഹിയറിംഗ് ബോത്ത് സൈഡ്സ് ഓർ 277 CRPC. 277 എന്ന് പറഞ്ഞാൽ വാദിക്ക് പറയാനുള്ളതും അക്യൂസിന് പറയാനുള്ളതും അവരുടെ വക്കീലന്മാരെ കേൾക്കണമെന്നതാണ് അവിടെ 227 പറയുന്നത്. അടുത്തെന്താ? മൈ ലേണർ പ്രോസിക്യൂട്ടർ ഇൻ ഓഫീസ് ഫ്രെയിംഡ് ചാർജ് ഫോർ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 450, 450, 354, 376(2), 376(2)(F), IEN അതെല്ലാം ബലാത്സംഗവുമായും ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്തതുമായും ബലാത്സംഗം ചെയ്ത രീതിയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വകുപ്പുകളാണ് 376(2), F, IEN ഒക്കെ പറയുന്നത്. 377 എന്ന് പറഞ്ഞാൽ അൺനാച്ചുറൽ ഒഫൻസാണ്. മുമ്പേ പറഞ്ഞല്ലോ, മലദ്വാരത്തിലൂടെ ബലാത്സംഗം ചെയ്തു. പിന്നെ 305 അത് നമ്മൾ മുമ്പേ പറഞ്ഞു, IPC. പിന്നെ 5(1) നമ്മൾ പറഞ്ഞു, N റീഡ് അത് നമ്മൾ പറഞ്ഞു, 6 പറഞ്ഞു, 7 പറഞ്ഞു, 8 പറഞ്ഞു. അതും നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള ബലാത്സംഗം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ചെയ്താൽ അതിനു വേണ്ടിയുള്ള കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ആ വകുപ്പുകൾ. ഓക്കെ. പിന്നീട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്ട് അഗൻസ്റ്റ് ദി അക്യൂസ്ഡ്. ഇത്രയും വകുപ്പുകളാണ് കുറ്റവാളിക്കെതിരെ ചാർജ് ചെയ്തത്.
ദ അക്യൂസ്ഡ് പ്ലീഡ് നോട്ട് ഗിൽറ്റി. അക്യൂസ്ഡ് പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അക്യൂസ്ഡ് പ്ലീഡ് നോട്ട് ഗിൽറ്റി. വെൻ ചാർജ് വാസ് റെഡ് ഓവർ ആൻഡ് എക്സ്പ്ലെയിൻ ടു ഹിം ഇൻ മലയാളം. അയാളോട് കുറ്റങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ചു, മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് അവിടെ പറഞ്ഞത്. അടുത്ത 6ാമത്തെ പാരഗ്രാഫ്. ഫ്രം ദ സൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ. ഈ പ്രോസിക്യൂഷൻ്റെ സൈഡിൽ നിന്നും PW1 to PW13 1 മുതൽ 30 സാക്ഷികളെ വിസ്തരിച്ചു. വേറെ എക്സാം ഉണ്ട്, നമ്മൾ നോക്കണം. 1 മുതൽ 30 സാക്ഷികളെ വിസ്തരിച്ചു. ഓരോ സാക്ഷിയും കേസിന് എന്തൊക്കെ പറഞ്ഞു എന്ന് താഴോട്ട് പറയും. എങ്ങനെയാണ് കേസ് തള്ളിപ്പോയതെന്നും താഴോട്ട് പറയും. ആൻഡ് എക്സ്പെക്ട് P1 to P36. അത് രേഖകളായി 1 മുതൽ 31 വരെ രേഖകൾ ഹാജരാക്കി. MO 1 മുതൽ 12 വരെയുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ, വസ്തുക്കൾ, സാധനങ്ങൾ 1 മുതൽ 12 വരെയുള്ള സാധനങ്ങൾ വേർ ഐഡൻറ്റിഫൈഡ് ബൈ ദ പ്രോസിക്യൂഷൻ വിറ്റ്നസ്. അത്രയും സാധനങ്ങൾ വിറ്റ്നസ്, എത്ര വിറ്റ്നസ്? 30 സാക്ഷികളുണ്ട്, അവർ തിരിച്ചറിഞ്ഞു. ഡ്യൂറിങ് ക്രോസ് എക്സാമിനേഷൻ്റെ സമയത്ത് ദ പ്രോസിക്യൂഷൻ വിറ്റ്നസ് D1, പ്രോസിക്യൂഷൻ്റെ വിറ്റ്നസ്സായിട്ട് വന്ന വിറ്റ്നസ് എക്സിബിറ്റ് D1, ഡിഫൻസ് കൊണ്ടുവന്ന ഒന്നാമത്തെ ആൾ കോൺട്രഡിക്ടറി പോർഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് PW5 റെക്കോർഡ് ബൈ ദ പോലീസ് അണ്ടർ സെക്ഷൻ 161 CRPC. എന്ത് ചെയ്തു? പോലീസിന് കൊടുത്ത മൊഴി കോടതിക്കകത്ത് വന്ന് മാറ്റി പറഞ്ഞു. അതുകൊണ്ട് എന്തായി? ഡ്യൂറിങ് ക്രോസ് എക്സാമിനേഷൻ ദ പ്രോസിക്യൂഷൻ വിറ്റ്നസ് D1 ഡിഫൻസ് വിറ്റ്നസ്സായി മാറി. എങ്ങനെ? കോൺട്രഡിക്ടറി പോർഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് PW5 റെക്കോർഡ് ബൈ ദ പോലീസ് ഇൻ 161 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസുകാർ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് 161 CRPC പ്രകാരം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 161 CRPC. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ ദ പോലീസ്. പോലീസിന് സാക്ഷികൾ കൊടുക്കുന്ന മൊഴിയാണ് 161 സ്റ്റേറ്റ്മെൻറ്റ്. ആ 161 സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്തു? കോടതിയിൽ വന്നപ്പോൾ മാറി. ഓക്കെ. ആൻഡ് D2 ഡോക്യുമെൻറ്റ് വേർ മാർക്ക്ഡ് ഓൺ ദ സൈഡ് ഓഫ് ദി അക്യൂസ്ഡ്. അക്യൂസ്ഡിൻ്റെ ഭാഗത്ത് നിന്നും ഹലോ അത് ആ മൊഴിയും ചോദിച്ചു. ഹി ഡിനൈഡ് ഓൾ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ബ്രോട്ട് ഔട്ട് ദ എവിഡൻസ്. അപ്പോൾ തെളിവുകളിൽ അദ്ദേഹത്തിന് എതിരായി വന്ന എല്ലാ കാര്യങ്ങളും അയാൾ നിഷേധിച്ചു. ആൻഡ് ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് ദ ഡിസീസ്ഡ് ഹേൾ ഈസ് ദ നൈസ്. ഡിസീസ്ഡ് ഹേൾ എന്ന് പറഞ്ഞാൽ അത് നീസാണ്. നീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മാവൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. അവർ ബന്ധുക്കളാണ്. അതുകൊണ്ടാണ് അട്രോസിറ്റീസ് ആക്ട് ചാർജ് ചെയ്യാൻ. ഹി യൂഷ്വലി ഹെൽപ്ഡ് ദി ഗേൾ ആൻഡ് ഡിഡ് നോട്ട് കമ്മിറ്റ് എനി ഒഫൻസ് അഗൻസ്റ്റ് ഹർ എന്ന് പറഞ്ഞാൽ അയാൾ നിരപരാധിയായിരിക്കും. എൻ്റെ അമ്മാവൻ്റെ മകളാണ്, ഞാൻ അവളെ സഹായിച്ചിട്ടേ ഉള്ളൂ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയത്തില്ല ആരാ കുറ്റം ചെയ്യുന്നത്. പക്ഷേ അയാൾ നിരപരാധിയായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടി എൻ്റെ അമ്മാവൻ്റെ മകളാണ്, ഞാൻ അവളെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഹി ഡസ് നോട്ട് നോ ആസ് വൈ ഷീ ഈസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ദ കേസ്. എന്നെ ഈ കേസിൽ ഏത് സാഹചര്യത്തിലാണ് പ്രതിയാക്കിയതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാൻ അർത്ഥം എന്തുവാ? യഥാർത്ഥ പ്രതികൾ വേറെ ആരോ ആണ് എന്നർത്ഥം. ഓക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നമുക്കറിയത്തില്ല. സബ്സിക്വൻ്റ്ലി ബോത്ത് സൈഡ് വെയർ ഹേർഡ്. രണ്ട് ഭാഗവും കേട്ടു. സെക്ഷൻ 323 CRPC പ്രകാരം ഹാവിങ് ഫൗണ്ട് ദ കേസ് അൺഫിറ്റ് ടു അക്വിറ്റഡ് ടു 323 CRPC. 323 CRPC പ്രകാരം അത് ഒരു
അൺഫിറ്റ് കേസ് ഫോർ അക്വിറ്റൽ, അക്വിറ്റ് ചെയ്യുന്നതിന് ഒരു ശരിയായ കേസല്ല എന്നാണ് ആദ്യം കോടതി കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല എന്ന് കണ്ടെത്തി. ഏത് പ്രകാരം? 232 പ്രകാരം. അപ്പോൾ 232 എന്നാണെന്ന് മനസ്സിലാക്കണം. അക്വിറ്റൽ അതാണ് 232. ഓക്കെ, കുറ്റവാളിയെ വെറുതെ വിടുന്നു, അതിന് പ്രകാരം അൺഫിറ്റ് കേസ് അല്ല എന്ന് കണ്ടെത്തി. ദ അക്യൂസ്ഡ് കാൾഡ് അപ്പോൺ ആൻഡ് എൻ്റർ ഹിസ് ഡിഫൻസ്. അക്യൂസ്ഡ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഡിഫൻസുകൾ, എതിർവാദങ്ങൾ നിരത്താൻ അവസരം കൊടുത്തു. നോ ഡിഫൻസ് എവിഡൻസ് വാസ് അഡ്യൂസ്ഡ് ഫ്രം ദ സൈഡ് ഓഫ് ദി അക്യൂസ്ഡ്. അക്യൂസ്ഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു എവിഡൻസും ഹാജരാക്കിയിട്ടില്ല. ഹേർഡ് ബോത്ത് സൈഡ്, ഇപ്പോൾ രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടു. ദ പോയിന്റ് ഫോർ കൺസിഡറേഷൻ, ഏതെല്ലാം പോയിന്റുകളാണ് കോടതി പരിഗണിച്ചത്? നോക്കൂ. വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡെത്ത് ഓഫ് ദ വിക്ടിം ഗേൾ ഇൻ ദ കേസ്? മരണകാരണം എന്താണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, വെദർ പ്രോസിക്യൂഷൻ ഹാസ് സക്സീഡ് ഇൻ പ്രൂവിംഗ് ദാറ്റ് ദ വിക്ടിം ഗേൾ ഏജ്ഡ് 13 ഇയേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഹർ ഡെത്ത്. ആ പെൺകുട്ടിക്ക് മരണസമയത്ത് 13 വയസ്സായിരുന്നുവോ? കാരണം ഇത് പോക്സോ വരണമെങ്കിൽ 18 താഴെ ആയിരിക്കണമല്ലോ. വെദർ ദ അക്യൂസ്ഡ് കമ്മിറ്റഡ് ഹൗസ് ട്രസ്പാസ്, അക്യൂസ്ഡ് വീട്ടിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ? വിത്ത് ആൻ ഇൻറ്റൻഷൻ കമ്മിറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ഇംപ്രിസൺമെൻറ്റ്, അതായത് ജീവപര്യന്തം കഠിന തടവ് കിട്ടേണ്ട ഒരു കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ കുറ്റവാളി എവിടെ പ്രവേശിച്ചിട്ടുണ്ടോ? വീട്ടിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ എന്നാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. വെദർ ദ അക്യൂസ്ഡ് കമ്മിറ്റഡ് റേപ്പ് ഓൺ ദ വിക്ടിം ഗേൾ ആസ് അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ ആ വിക്ടിം ഗേളിനെ ഈ കുറ്റവാളി എന്ന് പറഞ്ഞാൽ മധു എന്ന് പറയുന്നയാൾ റേപ്പ് ചെയ്തിട്ടുണ്ടോ, ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, വെദർ ദ അക്യൂസ് സബ്ജക്റ്റ് ടു വിക്ടിം ഗേൾ ടു കാർണൽ ഇൻ്റർകോഴ്സ് എഗൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ അൺനാച്ചുറൽ ഒഫൻസിൻ്റെ ഭാഗമായി ഒരു ബലാത്സംഗം അവിടെ നടന്നിട്ടുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വെദർ ദ അക്യൂസ്ഡ് സെക്ഷലി അസാൾട്ട് ദ വിക്ടിം ഗേൾ ആസ് അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ ലൈംഗികപരമായ അതിക്രമം നടന്നിട്ടുണ്ടോ? ആര് ചെയ്തിട്ടുണ്ടോ? കുറ്റവാളി ചെയ്തിട്ടുണ്ടോ? കുറ്റാരോപിതൻ ചെയ്തിട്ടുണ്ടോ? അക്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത്, വെദർ ദ അക്യൂസ്ഡ് അബറ്റഡ് ദ വിക്ടിം ഗേൾ ടു കമ്മിറ്റ് സൂയിസൈഡ്. ഈ വിക്ടിം ഗേള് കുട്ടികൾ എന്താ ഒറ്റ കേസ് ആത്മഹത്യാവുന്നല്ലാത്തൊരു കേസ് പറയുന്നത്. ശിവദാസ മൈക്ക് ഓഫ് ആക്കി പോയി. അല്ല സാർ, ഓഫല്ലേ? മൈക്ക് ഓഫ് ആക്കി. Whether the accused abetted the victim girl to commit suicide. ഈ മരിക്കപ്പെട്ട കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഈ അക്യൂസ്ഡ് കുറ്റ ആരോപിതൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വെദർ ദ അക്യൂസ്ഡ് ഔട്ട്റേജസ് ദ മോഡസ്റ്റി ഓഫ് ദ വിക്ടിം ഗേൾ ആസ് അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. ആ പെൺകുട്ടിയുടെ സ്ത്രീത്വം കളങ്കിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കുറ്റ ആരോപിതൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ, വെദർ ദ അക്യൂസ്ഡ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എഗൻസ്റ്റ് ദ വിക്ടിം ഗേൾ അലേജ്ഡ് ഇൻ ദ പ്രോസിക്യൂഷൻ. അവിടെ പറഞ്ഞത് ലൈംഗികമായി പുരുഷ ലൈംഗിക അവയവം സ്ത്രീ ലൈംഗിക അവയവത്തിനകത്ത് പ്രവേശിപ്പിച്ചുകൊണ്ട് ഒരു റേപ്പ് നടന്നിട്ടുണ്ടോ? പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ഓഫ് ദ വിക്ടിം ഗേൾ എന്നാണ് ചോദ്യം. പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഓഫൻസ്? എന്തെങ്കിലും കുറ്റം കമ്മിറ്റഡ് ബൈ ദ അക്യൂസ്. ഈ കുറ്റവാളി എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? ദ ഒഫൻസ് ഈസ് പ്രൂവ്ഡ്, വാട്ട് ഷുഡ് ബി ദ പണിഷ്മെൻറ്റ്. ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ
എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്. നോക്കൂ, 1 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തതിന് ശേഷം 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻ ഒറ്റ പാരഗ്രാഫിലാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരിക്കും ഓരോരോ പോയിന്റുകളും പ്രത്യേകം ഇവിടുത്തെ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ 1 മുതൽ 9 വരെയുള്ള എല്ലാ പോയിന്റുകളും ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ നമ്മൾ ആ ചർച്ചയിലേക്ക് പോയാൽ ഇന്ന് തീരുകയില്ല. ഇപ്പോൾ 55 മിനിറ്റായി. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പോയിന്റ് 10ാമത്തെ പാരഗ്രാഫ് മുതൽ നമുക്ക് അടുത്ത അവധി ദിവസം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ശിവദാസേട്ടൻ അവസാനം വന്നതാണോ ആദ്യം വന്നതാണോ? അല്ല സാർ, എന്റെ മറ്റേ മൊബൈൽ ഓഫായി ചാർജ് തീർന്നു പോയി. ശരി, പോട്ടെ. സന്ദീപേട്ടൻ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇത് കേട്ടതിൽ? ഇപ്പൊ വന്നോളേ, എനിക്ക് അതിന്റെ ഐഡിയ കിട്ടിയില്ല സാറേ. ഇപ്പൊ വന്നോളൂ ഞാൻ. ഇനി ആരാ ഉള്ളേ? സുധീഷ് ചന്ദ്രൻ ആരാ? സുധീഷ് ചന്ദ്രൻ. സുധീഷ് ചന്ദ്രൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? രാജീവേട്ട എന്തെങ്കിലും പറയുന്നുണ്ടോ? സാറേ, ഞാൻ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല ഇതിനകത്ത് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. ഉത്തമൻ പായാണിയോ അങ്ങനെ എന്തോ പേര്? ഉത്തമൻ സാറേ, എന്നെ പരിചയമുണ്ടോന്ന് അറിയില്ല. ഞാൻ ഇപ്പോഴും വന്നിട്ടേ ഉള്ളൂ. സാറേ, ഞാൻ എറണാകുളത്ത് വന്ന് കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഞാനൊരു വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നേ. മനസ്സിലായി. ഞാൻ സാറിന് വീട്ടിൽ വന്ന് കണ്ടിരുന്നു. ഞാനത് പേരിപ്പം ഞാനത് വീട്ടിൽ വരെ അങ്ങനെ ചേർന്നു. ഈ മെയിൽ അങ്ങനത്തെ താമസിക്കേണ്ടവർ ഓർമ്മയില്ലേ സാറിന്? മനസ്സിലായി. ഇത് മനസ്സിലായോ? ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പരിപാടിയുണ്ടോ? ഞാൻ ഇപ്പോഴും വന്നിട്ടേ ഉള്ളൂ സാർ. അതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് ഞാൻ മിസ്സിംഗ് ആയിപ്പോയി. ശരി, പോട്ടെ. ദാമോദരൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? സാറേ, ഇത് നഗ്നമായ ഒരു ലംഘനം നടത്തിയിട്ടുണ്ട്. അതായത് ഈ കേസ് അന്വേഷിച്ച പോലീസും അതുപോലെ ഇരക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള പ്രോസിക്യൂട്ടറും ഈ കേസിൽ വലിയ അഴിമതിയാണ്, നഗ്നമായ അഴിമതി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായില്ലേ? അപ്പൊ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? പോലീസിനും പ്രോസിക്യൂട്ടർക്കും എതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പറ്റുക? പോലീസും പ്രോസിക്യൂട്ടറും നഗ്നമായ നീതി നിഷേധം നടത്തി എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. വേർ ഈസ് ദ എവിഡൻസ്? ഇതുവരെ ചർച്ചയിലത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. വേർ ഈസ് ദ എവിഡൻസ്? പോലീസും പ്രോസിക്യൂട്ടറും കുറ്റം ചെയ്തു എന്നുള്ളതിന്റെ എവിഡൻസ് എന്ത്? അതാണ് പിന്നെ ഇത് ഈ കേസിന്റെ നാൾവഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നതാണ്. ഈ പ്രതിക്ക് വേണ്ടി ഭരണകൂടം മുഴുവൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലെ തെളിവെന്തിയേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യണമെങ്കിൽ തെളിവ് വേണ്ടേ? അപ്പൊ ഈ കേസും വിസ്മൃതിയിലാണ്ട് പോകും അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. തെളിവ് എന്തിയെന്നാ ഞാൻ ചോദിച്ചത്. സാറേ, രാജീവ് എന്ന് പറഞ്ഞോട്ടെ. ശരി സാറേ, തെളിവ് എന്ന് പറയുമ്പോഴേ നമ്മളിപ്പം ആദ്യം നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇതിന്റെ അകത്ത് പെൺകുട്ടിയുടെ
അമ്മ കൊടുത്ത മൊഴി, രക്ഷിതാക്കന്മാർ കൊടുത്ത മൊഴി എല്ലാം തന്നെ തിരുത്തിയിട്ടാണ് പിന്നെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എഫ്ഐആർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർ മീഡിയയോട് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ തന്നെ തെളിവായി എടുത്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ പുതിയൊരു അന്വേഷണം വേണം. അങ്ങനെ ചെയ്യണമെങ്കിൽ പുതിയൊരു അന്വേഷണം വേണ്ടേ? പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് അത് പിന്നെ പോലീസ് വേണം. അതിന്റെ അങ്ങനെയുള്ള ഒരു പുതിയ അന്വേഷണത്തിന്റെ നടപടിക്രമമായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് ഗവൺമെന്റ് ആ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയത്. ഇതൊക്കെ തന്നെ വളരെ പച്ചയായിട്ട് ഗവൺമെന്റും പിന്നെ ഇത്തരത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ തന്നെ ഒരു തെളിവായിട്ട് എടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറ്റുമെന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അമ്മയുടെ മൊഴി മാറ്റി പറഞ്ഞു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വിചാരണയ്ക്ക് വരുന്നതിന് മുമ്പേ മനസ്സിലായില്ലേ മൊഴി മാറ്റിയെന്ന്? എന്തുകൊണ്ട് അന്നേരം ചെയ്തില്ല? ജഡ്ജിമെന്റ് വന്നതിന് ശേഷമാണോ മൊഴി മാറ്റിയെന്ന് പറയുന്നേ? നമ്മളെല്ലാ സൈഡും നോക്കണ്ടേ? ജഡ്ജിമെന്റ് വന്ന് ട്രയലും കഴിഞ്ഞ് ജഡ്ജിമെന്റും വന്ന് ആരോപിക്കപ്പെട്ടവരെ കുറ്റവിമുക്തരാക്കിയപ്പോഴാണോ മൊഴി മാറ്റിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് മനസ്സിലായത്? ട്രയൽ ചെയ്ത സമയത്ത് മനസ്സിലായില്ലേ? അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആദ്യമേ തിരുത്തിയിട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ വേണ്ടി ഞാൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് പുതിയ പുനരന്വേഷണം വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ പോന്നു എന്നുള്ള നീക്കം ആരംഭിച്ചപ്പോഴാണ് ഗവൺമെന്റ് പിന്നെ അങ്ങനെ മാറ്റിയത്. മേഡം ഞാൻ ചോദിച്ചത് അത് വിധി വന്നതിന് ശേഷമാണോ മാഡത്തിന് മനസ്സിലായെന്ന എന്റെ ചോദ്യം മനസ്സിലായോ? വിധി വന്നതിന് ശേഷമാണോ മാഡത്തിന് അങ്ങനെ മനസ്സിലായത്? എന്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ പിന്നെ എഫ്ഐആർ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെന്തൊക്കെയോ ഒരു പിന്നെ കളവ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നടപടിയുടെ ഭാഗമായിട്ട് പുനരന്വേഷണം വേണം എന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് അത് മനസ്സിലായിട്ട് പിന്നെ എന്റെ ചോദ്യം മനസ്സിലായില്ലേ? വിധി വന്നപ്പോഴാണോ മൊഴി തിരുത്തിയെന്ന് തോന്നിയത് എന്നാ എന്റെ ചോദ്യം. അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ ആണല്ലോ ഈ ഇതൊക്കെ വായിച്ചിട്ട് കേസ് നടത്തിയത്. അതെ. വിധി വന്നപ്പോഴാണോ മനസ്സിലായതോ അതോ അതിനു മുമ്പ് മനസ്സിലായിരുന്നോ? അത് എനിക്ക് ആ ഒരു ന്യൂസിനെ കുറിച്ച് എനിക്ക് അത്ര വ്യക്തമല്ല സാർ. അതാണ് പ്രശ്നം. വിധി വരുന്നതിന് മുമ്പേ അറിഞ്ഞുവെങ്കിൽ കേസ് പുനരന്വേഷിക്കണം, ട്രയൽ മാറ്റി വെക്കണമെന്ന് എന്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞില്ല? എതിർഭാഗത്തുനിന്ന് ഉയരുന്നു വരാൻ പറ്റുന്ന ന്യായമായൊരു ചോദ്യം അതല്ലേ? ഞാൻ എതിർവക്കീലല്ല ഞാൻ. എങ്കിലും നമ്മൾ പുനരന്വേഷണത്തിന് പോകുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മൊഴിയെ പിടിച്ചുകൊണ്ട് പുനരന്വേഷണത്തിന് പോകുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസിന്റെ ട്രയൽ സമയത്ത് എന്തുകൊണ്ട് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചില്ല എന്ന് ചോദിച്ചാൽ എന്തു പറയും? നിങ്ങൾ യഥാർത്ഥ പോയിന്റ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യെസ്, ഗോപി സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? കേസിന്റെ കാമ്പ് എന്താണെന്ന് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ നമ്മുടെ ഈ കേസിന്റെ വിധിയുടെ വായനയിൽ നിന്ന് എനിക്ക് ചില സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ മുഴുവൻ വായിക്കാൻ ഞാൻ ഈ കേസ് പഠിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പത്രത്തിൽ വന്നതും അവിടെ വന്നൊക്കെയുള്ള ചില വാർത്തകൾ മാത്രമേ ഈ കേസിന് ആധാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ സാറ് വായിച്ചതിനകത്തും ഒരു കാതലായിട്ടുള്ള ഒരു സാധനം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന്, കൊലപാതകം ചാർജ് ചെയ്യാതിരുന്നതിന്റെ വലിയ പ്രശ്നമാണ്. പിന്നെ കൊലപാതകത്തിനുള്ള തെളിവുകൾ കിട്ടാത്തതുകൊണ്ടാണോ തെളിവാണോ നമുക്കറിയാൻ പറ്റില്ല. പിന്നെ അട്രോസിറ്റീസ് ആക്ട് ഒരാള് പട്ടികജാതിക്കാരനായതിന് അട്രോസിറ്റി ആക്ട് ചാർജ് ചെയ്തിട്ടില്ല, പോസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് പട്ടികജാതിക്കാരല്ല ആണോ, ഇല്ല മറ്റു 3 പേര് പട്ടികജാതിക്കാരാണോ, അതും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ചാർജുകളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല, പ്രോസിക്യൂഷൻ പറ്റിയില്ല എന്ന് പറയുന്നതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് മൂത്ത കുട്ടിയുടെ മരണം മാത്രമേ കേസായിട്ട് വന്നിട്ട് രണ്ടാം കുട്ടിയുടെ മരണം കേസിൽ വന്നതായിട്ടും പറഞ്ഞു കേൾക്കുന്നില്ല. പിന്നൊന്ന്,
SI അന്വേഷിച്ചപ്പോഴാണ് അതിനകത്ത് അതിനകത്ത് ചില നിരീക്ഷണങ്ങൾ പുള്ളി നടത്തിയിട്ടുള്ളൂ. പിന്നെ ഒന്നുള്ളത് സാക്ഷി മൊഴി മാറ്റി പറഞ്ഞായിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വായിച്ചതിനകത്ത് മനസ്സിലാണ്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസ് പല ഘട്ടത്തിൽ ഇത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതൊക്കെ അതിനുള്ള തെളിവുകളൊന്നുമില്ല. ഇപ്പൊ വായിച്ചതിനകത്ത് അതേ മനസ്സിലാക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസിൽ പലതും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള സംശയം മാത്രമേ ഇപ്പൊ നിലനിൽക്കുന്നുള്ളൂ. ഇപ്പൊ മുഴുവൻ വായിക്കാൻ നോക്കാൻ ഉത്തരം പറയാനും പറ്റാത്തതിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇനി ഒരു പുനരന്വേഷണത്തിൽ മാത്രം ഇതൊക്കെ ഇനി അതൊക്കെ ആണെങ്കിൽ പോലും ഒരു മാത്രമേ ഇനി സാധ്യത കാണുന്നുള്ളൂ. പക്ഷേ ഇതുവരെ വായിക്കാനകത്ത് ഒരു എന്താണ് ഒരു കോൺക്രീറ്റ് എവിഡൻസ് എന്ന് പറയാവുന്ന ഒന്നും ഇതിനകത്ത് വന്നിട്ടുമില്ല. പിന്നെ സാക്ഷി മൊഴി തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം സാർ, ഒരു സാധാരണ ഒരു സംശയം സാറേ, ഞങ്ങൾക്ക് ഇപ്പം സ്വന്തം അമ്മയ്ക്ക് അറിയാം എന്റെ പിന്നെ മകള് ഏതോ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് കൂട്ടി വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും അത് ഇളയ മകള് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ ഇന്നാള് വേണ്ടാത്ത ചെയ്തു പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ FIR പോലീസുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രതികൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ മറ്റേ പെൺകുട്ടിയെയും ഇളയ പെൺകുട്ടിയെയും ഇത്തരത്തില് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അപ്പോഴേ ഈ അമ്മയുടെ ഈ മൊഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെല്ലാം ഒരു നുണപരിശോധനയ്ക്ക് വിധേയമാക്കി തെളിയിച്ചൂടെ? നുണപരിശോധന ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് അല്ല എന്നും അത് ഒരു മരുന്ന് കൊത്തിവെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് എവിഡൻസായി എടുക്കാൻ പറ്റില്ല എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നുണപരിശോധന നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, ഭരണഘടനയിൽ തന്നെ എൻ്റെ മൊഴി എനിക്ക് എതിരെ തെളിവാക്കി എടുക്കുന്നതും പ്രത്യേകമായ മരുന്നുകൾ കുത്തിവെച്ച് രാസപരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിക്കൊണ്ടെടുക്കുന്നതും അത് ഭരണഘടനയുടെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വകുപ്പും എന്നേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് രണ്ടും നിലനിൽക്കുക. അതും പ്രതികളുടെ മുകളിൽ നടക്കുക. പിന്നെന്ത് ചെയ്യാം? അമ്മ കൊടുക്കുന്ന മൊഴി അതൊരു വലിയൊരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല സാറേ? അമ്മയുടെ മൊഴി വലിയ തെളിവാണ്. അമ്മയുടെ മൊഴിയുടെ ഭാഗം നമ്മൾ കേസിൽ വായിച്ചില്ലല്ലോ. അമ്മ എന്ത് മൊഴിയാണ് കോടതിക്കകത്ത് പറഞ്ഞത്, എന്താണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് നമ്മൾ താഴേക്ക് വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഗോപിനാഥ് സാർ ഒരു പ്രധാന പോയിന്റ് പറഞ്ഞു. അതാണ് നമ്മൾ കണ്ടെത്തേണ്ട പോയിന്റ്. കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് ഇവരെങ്ങനെ കണ്ടെത്തി? അതാണ് ഇതിന്റെ വൈറ്റൽ പോയിന്റ്. ഒരാള് തൂങ്ങി നിൽക്കുന്നത് അത് ആത്മഹത്യയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ കണ്ടുപിടിച്ചു. അത് കണ്ടെത്തേണ്ടതില്ലേ? യെസ്. ആ ക്വസ്റ്റ്യൻ ആരും ഈ വാളയാർ നീതിയാത്രയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നടത്തുന്ന ഒരു വിഷയങ്ങളും ഉയർന്നു കേൾക്കുന്നില്ല. രണ്ടാമത് 302 കൊലപാതകം എന്ന വകുപ്പ് എന്തുകൊണ്ട് ചാർജ് ചെയ്തില്ല? ഈ 2 ചോദ്യവും മിസ്സിംഗ് ആണ്. ഇതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. ഇത് മൊഴിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആത്മഹത്യയാണ് എന്ന് എങ്ങനെ കണ്ടെത്തി? ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണല്ലോ ആത്മഹത്യ പ്രേരണ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്, അല്ലേ? അവിടെയാണ് FIR ഫയൽ ചെയ്തതിന് ശേഷം ഈ കേസ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിനിടയിലും ഇത് ട്രയൽ വരുന്നതിനിടയിലും FIR ഓൾട്ടർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെറ്റീഷൻ കോടതിയിൽ എത്തിയിട്ടില്ല. അവിടെയാണ് കേസ് മിസ്സായത്. മാത്രമല്ല പ്രധാന സാക്ഷികളെല്ലാം കൂറുമാറി എന്ന് ഇവിടെ പറയുന്നില്ലേ?
1, 2 സാക്ഷികൾ കൂറുമാറി എന്ന് പറയുന്നില്ല ഇവിടെ നമ്മളിപ്പുറം വായിച്ചതിൽ. ഇപ്പോൾ എന്ത് മനസ്സിലായി? ഒരു കേസ്, ഒരു സംഭവം ഉണ്ടായാൽ അത് FIR ഫയൽ ചെയ്യുന്നതിനും ചാർജ് ഷീറ്റ് ചെയ്യുന്നതിനും ഇടയിലാണ് ഇടപെടേണ്ടത്, വിധി വന്നതിന് ശേഷമല്ല. കേസിന്റെ വിധി വന്നതിന് ശേഷം ഇടപെട്ട കാര്യം. FIRനും ചാർജ് ഷീറ്റിനും ഇടയിൽ ഇടപെടാൻ നമ്മൾ ആരും തയ്യാറല്ല. കാരണം നമ്മൾ FIR വായിച്ചു നോക്കത്തില്ല, ചാർജ് ഷീറ്റ് വായിച്ചു നോക്കത്തില്ല. കേസ് FIR ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഇടപെടില്ല. കാരണം നമുക്ക് ഒന്നുകിൽ അത്രത്തോളം പരിജ്ഞാനമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെന്ന് പറയുകയാണെങ്കിൽ ഇന്ന ആള് ഇന്ന സംഘടന നോക്കിക്കോളും, ഇന്ന ആള് നോക്കിക്കോളും എന്ന് പറഞ്ഞിരിക്കും. അവർ നോക്കത്തുമില്ല. ഇപ്പം തന്നെ അതിന്റെ അമ്മ ഒരു നേതാവിന് കേസ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അന്ന് ആ നേതാവിനെ കുറിച്ച് പൂർത്തി പറഞ്ഞതാണ് അല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമുക്കൊരു ഒരു സൈഡും പിടിക്കാതെ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ 2 സൈഡും പരിശോധിക്കണ്ടേ? കേസ് അട്ടിമറിക്കപ്പെട്ടത് അവിടെയാണ്. എവിടെയാണ്? FIRന്റെ സമയത്താണ്, ചാർജ് ഷീറ്റിന് തൊട്ട് മുന്നെയാണ്. ഈ സമയത്ത് ആരുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല അതിനകത്ത്. നമുക്ക് ഇനി അടുത്ത ഹോളിഡേ കണ്ടാലോ? ഒന്ന് നിർത്തിയാലോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. നിർത്തിയാലോ? ഓക്കെ, നിർത്താം. അടുത്ത ഹോളിഡേ കാണാം. ഓക്കെ ജെവി. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ശിവദാസേട്ടൻ പറയുന്നോ? ഇല്ല സാർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ 13, 9 വയസ്സുള്ള കുട്ടികളെ എറിഞ്ഞിട്ടാണ് തൂങ്ങി മരിച്ചതെന്ന് പറയുന്നത്. ഒരിക്കലും അവർക്ക് അങ്ങനെ തൂങ്ങി മരിക്കാൻ സാധിക്കില്ല. കട്ടിലിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് വീടിന്റെ ഉത്തരം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ് ചാർജ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കില്ലേ പോലീസും? ഞാൻ പറഞ്ഞത് FIR മുതൽ ചാർജ് ഷീറ്റ് വരെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. ആ സ്ഥലങ്ങളിൽ നമ്മളിൽ ആരും ഇടപെടൽ നടത്തിയിട്ടില്ല. FIR എന്താണ്, ചാർജ് ഷീറ്റ് എന്താണ് എന്ന് നമ്മൾ ആരും പരിശോധിച്ചിട്ടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പൊ ഒരു കേസിൽ ഏത് ഭാഗത്താണ് നമ്മൾ ഇടപെടേണ്ടേ? FIR മുതൽ ചാർജ് ഷീറ്റ് വരെയുള്ള ഭാഗത്താണ് ഇടപെടേണ്ടത്. അല്ലാതെ നമ്മൾ തെരുവിൽ കിടന്ന് ഗോഗോ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല ജഡ്ജിമെന്റ് വന്നതിന് ശേഷം ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. പുനരന്വേഷണത്തിന് വേണ്ടിയും ഇന്ന വകുപ്പുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നും ആരും പറയുന്നില്ലല്ലോ. നീതി കിട്ടണമെന്നല്ലേ പറയുന്നുള്ളൂ. പുനരന്വേഷണം വേണം, ഇന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം. പിന്നെ അവിടെ വേറെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഈ പെൺകുട്ടികൾ മരിക്കുന്നതിന് മുമ്പേ ഇങ്ങനൊരു ഒഫൻസ് ഉണ്ടായിരുന്നു എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും സഹോദരന്മാരും അല്ലെങ്കിൽ നാട്ടുകാരും ആരൊക്കെ അറിഞ്ഞോ അവരാരും പോലീസിനെ സമീപിച്ചിട്ടുമില്ല. ഉണ്ടോ? ഇല്ല. പെൺകുട്ടികൾ മരിച്ചതിന് ശേഷമാണല്ലോ ഇത് പോലീസിനെ സമീപിക്കുന്നത്, അല്ലേ? മരിച്ചതിന് ശേഷമാണ്. ആണ്. എന്തുകൊണ്ട് ഈ കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് പലരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും ഈ പെൺകുട്ടിയെ കൊണ്ട് പോലീസിനെ സമീപിച്ചിട്ടില്ല? അതിനകത്ത് 2 ഇതില് പറയുന്നുണ്ടല്ലോ. എന്താണ് അതിനൊപ്പം അമ്മായിയുടെ മുത്തശ്ശിയുടെ വീട്ടിലൊക്കെ വെച്ച് ഇടിപ്പിച്ചതായിട്ട് പിന്നീട് കുട്ടികൾ മരിച്ചതിന് ശേഷമാണല്ലോ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഉണ്ടെങ്കിൽ തന്നെ അത് അന്നേരം പറഞ്ഞിട്ടില്ല, ഒന്ന് ധൈര്യം ഉണ്ടായിട്ടില്ല, ഒന്ന് ഭീഷണി ഉണ്ടായിരിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇതിനകത്ത് ഒത്തിരി അന്വേഷണങ്ങൾ ഒത്തിരി ഈ കാര്യത്തിലൊക്കെ വേണ്ടി വരും. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, മനഃപൂർവ്വം പറയാത്തുണ്ടോന്ന് അറിയില്ല. ഇവർ ചെറിയ പാവപ്പെട്ട കുടിയിൽ താമസിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഭീഷണിയെ നേരിടാനുള്ള ശക്തി പട്ടികക്കാർക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇതിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഒരു പറഞ്ഞില്ല, പുറത്ത് പറഞ്ഞാൽ കുന്നുകളയുന്നു, തട്ടിക്കളയുന്നു, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വിഷമതാകാൻ പറ്റുന്നു. പിന്നെ കുട്ടികള് യാതൊരു നിവൃത്തിയില്ലാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യല്ല,
വേറെ എന്തെങ്കിലും അക്യൂസ് ചെയ്യാം, ആത്മഹത്യ എന്തായാലും കുട്ടികൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഇല്ല ഇല്ല ഇല്ല, അതാണ് പ്രശ്നം. അപ്പോൾ പറഞ്ഞെങ്കിലും ജീവിച്ചിരിക്കില്ലായിരുന്നു അല്ലേ? അതെ അപ്പോ പറയാമായിരുന്നു അതെ, അല്ലേ? ശരിയാണ്, നടന്നു പോയി. അപ്പോൾ നമ്മൾ ആ കേസിൽ നിന്ന് എന്ത് പഠിച്ചു? കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി മിണ്ടാതിരുന്നാലും ശരി തന്നെ, കൊന്നുകളയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ പിന്നെ ജീവനോടിരിക്കുമ്പോഴേ പറയുന്നതല്ലേ നല്ലത്. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പറ്റില്ല. അവര് പറഞ്ഞില്ലെങ്കിലും അറിവുള്ളവരെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ. അവരും പറഞ്ഞിട്ടില്ല. പിന്നീട് മൊഴി പറഞ്ഞ ആളുകൾ പോലും ഞാൻ അന്ന് അങ്ങനെ കേട്ടു, പറഞ്ഞില്ല എന്ന്, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദ്യത്തിന് ഉത്തരം പറയാം. അവരും ശരിക്കും അവര് ഈ കൊലപാതകത്തിനല്ല, ഈ മരണത്തിന് കാരണക്കാരാണ്. പറയാതിരിക്കുന്നതും തെറ്റ് തന്നെയാണ്. അല്ല, പോക്സോ ആക്ട് പ്രകാരം ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിക്കെതിരെ ഒരു പോക്സോ കേസ്, ഒരു വിഷയം നടന്നാൽ അത് അറിഞ്ഞിട്ട് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും കുറ്റമാണ്. അത് തന്നെ ഞാൻ പറഞ്ഞു. അവര് പറയാതിരുന്നെങ്കിൽ അത് കുറ്റമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മളൊരു അക്കാഡമിക് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു ഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യാനോ ഒരു ഭാഗത്തിനെ കുറ്റപ്പെടുത്താനോ അല്ല. അതിൽ ഒന്ന്, ഒരു പോക്സോ ആക്ട് പ്രകാരം ഒരു വിഷയം സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അറ്റ് ദ ഏർലിയസ്റ്റ്, ഏറ്റവും ആദ്യം തന്നെ പോലീസിലെത്തണം. 2, FIRനും ചാർജ് ഷീറ്റിനും ഇടയിലാണ് ആരിടപെടേണ്ടത്? അഭ്യുദയകാംക്ഷികൾ ഇടപെടേണ്ടത്, അല്ലാതെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് സാറ് പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. ഒരു കുട്ടിയുടെ മാത്രമേ അതിനകത്ത് വന്നുള്ളൂ, മരണത്തെ പറ്റി മാത്രമേ. രണ്ടാമത്തെ കുട്ടിയുടെ രണ്ടാമത്തെ കേസാ, അത് വേറെ കേസാ. അതിന് വേറെ കേസായിട്ട് വേറെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലേ? വേറെ ജഡ്ജ്മെന്റ് ഉണ്ട്. അതിനകത്ത് അട്രോസിറ്റീസ് ആക്ടും കൂടെ ചാർജ് ചെയ്തിട്ടുണ്ട് ഇളയ കുട്ടിയുടെ. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഈ കേസിൽ നമ്മളിപ്പോൾ പറയുന്ന ചർച്ചയുടെ കേസിലെ മധു, ഈ അന്വേഷണവും മറ്റ് കാര്യങ്ങളും ഞാൻ വായിച്ചത് മനസ്സിലാക്കുന്നത്, അയാൾ തീർത്തും നിരപരാധിയാണ്. കുറ്റവാളിയെ അവർ ശരിക്കും അറസ്റ്റ് ചെയ്തിട്ടില്ല, വേറെ ആളാണ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അവർ മനഃപൂർവ്വം ചെയ്തതാണ്. അത് അട്രോസിറ്റി ആക്ട് വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവനെ തന്നെ ചെയ്തു. അതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുകയോ അയാൾക്കെതിരെ ചാർജ് ഷീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനെക്കുറിച്ച് അമ്മയോ പരിസരവാസികളോ ഒന്നും മിണ്ടുന്നില്ല. ഒരു കാര്യം, സാക്ഷി മൊഴി മാറ്റിയതിന് ഈ ഒരു കാരണം ഉണ്ടാകാമല്ലോ, ഒരുപക്ഷെ ഉണ്ടാവാം. അതിന്റെ വിഷയം അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഈ കേസ് ചർച്ച ചെയ്യുന്നത് ശരിയായ ദിശയിലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജഡ്ജ്മെന്റ് ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡായി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ഒന്ന് ആവേശം, 2 പത്രവാർത്തകൾ. പത്രവാർത്തയാണ് പ്രധാനമായിട്ടും. പിന്നെ ഒരു ജാതിയുടെ ഇന്ന ജാതിയിൽപ്പെട്ടയാൾക്ക് ഇങ്ങനൊരു പ്രശ്നം പറ്റി, അതുകൊണ്ട് നമുക്ക് ജാതികൾ സംഘടിക്കുകയോ ജാതികൾ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതിനകത്തൊരു അല്പം കാര്യമുണ്ട്. കാരണം പട്ടികജാതിക്കാരുടെ കേസ് ഇങ്ങനെ അന്വേഷിച്ചാൽ മതിയെന്ന് അവർ തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള തീരുമാനം മറ്റിടങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെയാണ് സാധനം. അത് തന്നെയാണ് അവർ പറഞ്ഞത്. അത് തന്നെയാണ് എൻ്റെ ചോദ്യം. FIR മുതൽ ചാർജ് ഷീറ്റ് വരെ നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് നിയമസഹായം കൊടുക്കാമെന്ന് ഹൈക്കോടതിയിൽ ഒരു പാനൽ അഡ്വക്കേറ്റ് പോയി പറഞ്ഞതാണ് ചാർജ് ഷീറ്റ് ഇടുന്നതിന് മുമ്പേ. എന്നിട്ട് സ്വീകരിച്ചില്ല. അപ്പോൾ അവർ പല ആൾക്കാരെയും പറഞ്ഞു. ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചു, നമ്മുടെ മധുവിന്റെ കേസിൽ ഇതുവരെ ഒരു അഡ്വക്കേറ്റിന് വെക്കാതിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് അഡ്വക്കേറ്റിനെങ്കിലും വെച്ച് ചെയ്യാറുണ്ട്. പ്രോസിക്യൂട്ടർ ഇല്ലെങ്കിൽ പ്രൈവറ്റ് അഡ്വക്കേറ്റ് വഴി ചെയ്തുകൂടി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ അതാരും ചെയ്യാത്ത എന്താണ്? ഇത് മധുവിന് കയറി എല്ലാവരും എന്നും വിലപിച്ചോണ്ടിരിക്കുകയാണ്. ആ കേസിന് ആധാരമായിട്ടുള്ള നല്ലൊരു കേസാണത്. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ലെന്നുള്ളതാണ്. അത് നമ്മളോട് സഹകരിക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു വിട്ടു. അദ്ദേഹം പോയി അന്വേഷിച്ചപ്പോഴത്തേന് അവരുടെ ബന്ധുക്കൾ അതിനുവേണ്ടി അഫിഡവിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ദേ ആർ നോട്ട് റെഡി. പ്രശ്നങ്ങള് അവര് അതിന് തയ്യാറല്ല. ഈ സ്വാധീനം, പണം,
പിന്നെ അങ്ങനെയുള്ള ഭീഷണി, ഇതൊക്കെ ഇതിനകത്ത് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഒരു ചെയ്യാത്തത്. പിന്നെ ഞാൻ തന്നെ ഏറ്റെടുത്തൊരു കേസുണ്ട്. ആ കേസ് മാസങ്ങളായി ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഫയൽ ചെയ്തിട്ട് അതിൻ്റെ കൊല്ലത്തുനിന്ന് ഡിസ്മിസ്സായ പേപ്പർ കൊണ്ടുവരാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല. ഇത് തന്നെയാണെന്ന് ഈ കേസ് അന്വേഷിക്കുന്നവരും ഈ